നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശംഖോലി അവസാനിച്ചതിന് പിന്നാലെ ഇപ്പോൾ എല്ലാവരും 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ധൃതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ പാർട്ടികളും 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. 3 ഘട്ടമായാണ് ജമ്മു കാശ്മീരിലും ഒരൊറ്റ ഘട്ടമായി ഹരിയാനയിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഹരിയാനയിൽ ഒക്ടോബർ 1-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങളുടെ അനുരണനങ്ങൾ ആദ്യമെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന നിലയിൽ ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യം തന്നെയുണ്ട്. സംസ്ഥാനത്ത് ഭരണം തുടരാൻ ബി.ജെ.പി തന്ത്രം പയറ്റുമ്പോൾ രാജ്യമാകെ അലയടിച്ച ബി.ജെ.പി മാജിക്കിലും മോദി തരംഗത്തിലും പ്രതീക്ഷ വയ്ക്കുകയാണ് ബി.ജെ.പി നേതൃത്വം. ഹരിയാനയുടെ രാഷ്ട്രീയ ഗോതയിൽ ആരുടെ കൈ ഉയരുമെന്ന ചോദ്യം സഖ്യകക്ഷികളുടെ കൂട്ടിൽ ഭരണത്തിലിരിക്കുന്ന ബി.ജെ.പിക്കും പാർലമെന്റിൽ എല്ലാത്തിനും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും എന്ത് സംഭവിക്കുമെന്നതാണ് ഇനി നിർണായകം. ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഹരിയാനയിൽ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചത്. പാളിച്ചകൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൻ അവസരമെന്ന നിലയിലാണ് ബി.ജെ.പി ഹരിയാന തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബി.ജെ.പി ഹരിയാനയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിച്ചിരുന്നു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിലവിലുള്ള 15% സംവരണം ഒറ്റയടിക്ക് 27%ആക്കിയാണ് ഉയർത്തിയത്. സംവരണം ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി 6 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായി വർദ്ധിപ്പിച്ചു. കർഷക പ്രക്ഷോഭം, അഗ്നിവീർ ഈ 2 വിഷയങ്ങളെയും ഹരിയാനയിലെ ബി.ജെ.പി സർക്കാർ അഭിസംബോധന ചെയ്തിരുന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ബോണസ് തുക വിതരണം ചെയ്യുകയും ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ശിവരാജ് സിംഗ് ചൗഹാനെ അടക്കം കളത്തിലിറക്കിയാണ് ഹരിയാനയിൽ ബി.ജെ.പി തന്ത്രങ്ങളെല്ലാം തന്നെ കർഷകർക്ക് നേരെ പയറ്റുന്നത്. അതിനാൽ അവർ വിജയിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. അഗ്നിപഥ് പദ്ധതിയെ ചൊല്ലി കേന്ദ്രവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ അഗ്നിവീർ സൈനികർക്ക് പോലീസ്, മൈനിങ് ഗാർഡ് ജോലികളിൽ 10% സംവരണമാണ് ഹരിയാനയിലെ ബി.ജെ.പി സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ നീക്കങ്ങളിലൂടെയെല്ലാം വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ബി.ജെ.പിക്ക് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായി 10 വർഷമാണ് ബി.ജെ.പി ഹരിയാന ഭരിച്ചത്. 2014-ൽ 90-ൽ 47 സീറ്റുകളിൽ വിഭജിച്ച് ബി.ജെ.പി സർക്കാർ ഉണ്ടാക്കി. ഹരിയാനയിൽ കോൺഗ്രസിന് കാലിടറും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസിൽ ബി.ജെ.പിയാണ് താമര വിരിച്ചതെങ്കിൽ ഇപ്രാവശ്യവും ബി.ജെ.പി തന്നെ താമര വിജയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം കർഷകർക്കും ക്ഷീര കർഷകർക്കും അഗ്നിവീറുകൾക്കും വാരിക്കോരി സംവരണം നൽകുകയും അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ളവർക്ക് തന്നെ വലിയൊരു മാജിക്കാണ് മോദി ഹരിയാനയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയിൽ, അതായത് ഹരിയാനയിൽ ബി.ജെ.പി ഇറക്കിയ പ്രകടന പത്രികയിൽ താഴെത്തട്ടിലുള്ളവർക്ക് കൈ നിറയെ ഒരു സൗഭാഗ്യം തന്നെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ബി.ജെ.പി ഇക്കുറി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എത്രയോ മുന്നേയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക അവർ പുറത്തിറക്കിയത്. ആ പത്രികയിലെല്ലാം തന്നെ പാവപ്പെട്ടവർക്കെയാണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.